ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ഇപ്പോൾ അന്തോണീസ് പുണ്യാളുടെ ദിവസമാണ്. ഔസേപിതാവിൻ്റെ വണക്കമാസത്തിൻ്റെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ ഇന്ന് ആഷിയുടെ കൊച്ചിൻ്റെ 28ആണ്. അപ്പോൾ ഡിംപിൾ രാവിലെ അവിടേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ 28 കെട്ടിൻ്റെ ഡ്രസ്സും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഡിംപിൾ പോവാണ്. അപ്പോൾ അതുകൊണ്ട് കൂടെ ഡിവൈനും അതെ കൊച്ചിനുള്ള 28അല്ലേ, അപ്പോൾ ഒരു ഗിഫ്റ്റും കൂടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ പോകാനായിട്ട് ഇപ്പോൾ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ്, അപ്പോൾ ഡാഡി കൊണ്ടുവന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് ചാക്കോച്ചനും കൂടി പോകണം എന്നൊരു പൂതി. അപ്പോൾ രാവിലെ എന്താ പറയുക, ദോശ ഡിവൈൻ പതിവ് പടി രാവിലെ ഇതേ നല്ല ഗീ റോസ്റ്റായിരുന്നു കേട്ടോ. ഗീ റോസ്റ്റും സാമ്പാറും ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡിവൈനോട്, കാലത്ത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് ഉച്ചയ്ക്ക് കണക്കാക്കി, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് രാത്രിയിലേക്ക് കണക്കാക്കി ഏതെങ്കിലും ഒരു 2 നേരം അല്ലെങ്കിൽ ഒരു നേരം കുക്ക് ചെയ്യാവുന്ന പോലെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി, പ്രത്യേകിച്ച് നോയമ്പിലെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ആർഭാടമായിട്ട് കഴിക്കാറില്ല. അങ്ങനെയല്ലല്ലോ, നോയമ്പ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു കുറച്ച് ആശടക്കവും കാര്യങ്ങളും കൂടി ആവാമല്ലോ. അപ്പോൾ അങ്ങനെ തോമുന്നത് ഉറക്കം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ തോമുവിന്. അപ്പോൾ തോമു അപ്പയുടെ കൂടെ ഇറങ്ങി വരികയാണ്. തോമുവിൻ്റെ പുഷ്പ പാൻറ്റൊക്കെ ഇട്ടിട്ട് കേട്ടോ. അവന് ഉറക്കം അങ്ങോട്ട് ഉഷാറായിട്ടില്ല. മിനിയാത്ത യാത്രയും ഒക്കെ കഴിഞ്ഞിട്ട് ആ ക്ഷീണം അങ്ങോട്ട് മാറണുള്ളൂ. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പോകണം. അപ്പോൾ ഇന്ന് പാച്ചുവിന് ഇന്ന് സ്കൂളിൽ പോകാനാണ് ഇഷ്ടം. അങ്ങോട്ട് പോകണ്ട, ആൻസൺ വീട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്ന് അംഗം മുഴുവൻ കേട്ടോ. അപ്പോൾ കൊണ്ടാക്കുമ്പോഴതേ കുറേ കരഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികളല്ലേ, അവർക്ക് ഇവിടെ ഇവർ 3 പേരും കൂടിയുള്ള കളിക്കണ ഒരു ബഹളം അവിടെ ഇല്ലല്ലോ. ഇവരില്ലാണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമൂനും ഇവിടെ ഭയങ്കര ബോറടി കേട്ടോ. അങ്ങനെ സമയം 10 ഞങ്ങളൊക്കെ ഡിംപിൾ പോകാനുള്ള പുറപ്പാട്. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് പാക്കിങ്ങിനുള്ള പുറപ്പാട്. ഇപ്പോൾ എനിക്ക് ഇത് പറയുമ്പോൾ എനിക്ക് അപ്പം ഇവിടെ ജാസ്മിനെ ഓർമ്മ വരാം കേട്ടോ. ഡിവൈൻ പാത്രങ്ങൾ അടുക്കളയിൽ പണിയുമ്പോൾ ഞാൻ മേശപ്പുറത്തിരിക്കണമെന്ന് പറയണ ആ ഒരു സംഭവം ഓർമ്മ വരാം. എന്താ ചെയ്യുക, ജാസ്മിൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ആ പേര്. അങ്ങനെ ഞാൻ ഡിംപിൾ പോകാനുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചു. ഇനിയിപ്പോൾ പോവുക വേണ്ടു. അങ്ങനെ ചാക്കോച്ചൻ ഇന്ന് പാച്ചുട്ടൻ ഇന്ന് മുണ്ടും ഷർട്ടുമാണ് കേട്ടോ. പട്ടിൻ്റെ ഷർട്ടും മുണ്ടുമാണ് ഇടുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അത് ഇടിക്കാനായിട്ട് ഡിംപിൾ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഇന്ന് എന്താ പറയുക, എനിക്കപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ പാച്ചുട്ടൻ്റെ 28 നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. 28ഒക്കെ അവൻ്റെ NICUവിലായിരുന്നു. പക്ഷേ ഡിംപിളിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് കുട്ടി പരിപാടികളുണ്ടെങ്കിലും അത് ഏറ്റവും ഭംഗിയിൽ ആഘോഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോഴും തോമുവിൻ്റെ 28 കണ്ടറിയാം. നമ്മുടെ വീട്ടിൽ ഭയങ്കര ആഘോഷമായിട്ട്. അത് ഡിംപിൾ കൺസീവ് ചെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് ഡിംപിളിന് ഉണ്ണിയെ കാണാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് കുട്ടിയെ കാണിക്കാനും അതോടുകൂടി 28ൻ്റെ ചടങ്ങ് അമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ തീർക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇപ്പോഴും അത് തോമുട്ടൻ്റെ നൂലുകെട്ട് ഭയങ്കര ആഘോഷമായിട്ട് 2 നെല്ലും തമ്മ ഭയങ്കര സന്തോഷത്തിൽ ഉണ്ടായിരുന്നൊരു വീഡിയോ ആണ്. ഞാൻ ഇന്നും അതിരുന്ന് കണ്ടു, ആ ഒരു ഓർമ്മയ്ക്ക് കേട്ടോ. അത് കഴിഞ്ഞ് ചാക്കോച്ചൻ്റെ ആയാലും അതെ, നമ്മളെല്ലാവരും പോയി. അമ്മ മരിച്ചിട്ടായിരുന്നു ചാക്കോച്ചൻ്റെ. അപ്പോൾ അതിനും നമ്മൾ പോയി. സംഭവം 28 കെട്ട് എന്ന് പറയുമ്പോൾ പണ്ട് ഹിന്ദുസിൻ്റെ ഒരു ഇതായിട്ടാണ് എല്ലാവരും പറയുക പണ്ട്. പക്ഷേ നമ്മുടെ ബുക്കുണ്ടല്ലോ, അതിലൊക്കെ ക്രിസ്ത്യൻസിൻ്റേതായ ചടങ്ങിലും ഈ 28 കെട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന ജാതി ഇന്ന മതം എന്നൊന്നുമില്ല. നമ്മളൊക്കെ മനുഷ്യന്മാർ, അങ്ങനെ മാത്രം ചിന്തിച്ചിട്ടാണ് ഓരോ ചടങ്ങും നമ്മൾ ഓരോരുത്തരും ചെയ്യണത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ഒരു എന്താ പറയുക, ഈ പൊട്ട മനസ്സുള്ളവർക്ക് ചില ചിന്തയുണ്ട്. ഇത് ഹിന്ദുസിൻ്റെ, ഇത് ക്രിസ്ത്യൻസിൻ്റെ, അല്ലെങ്കിൽ ഇന്നത് ചെയ്താലാണ് ക്രിസ്ത്യാനി ആവുക, ഇന്നത് ചെയ്താലാണ് ഹിന്ദു ആവുക, അങ്ങനെയൊന്നുമില്ല. എന്നോട് കുറേ പേര് ചോദിക്കും എൻ്റെ സിന്ദൂരം കണ്ടിട്ട്. ഞാൻ എപ്പോഴും പറയും, ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട സിന്ദൂരാണ്, ഇന്ന് വരെ ഞാനത് മായ്ച്ചിട്ടില്ല. അത് ചിലർ പറയും കുർബാന സ്വീകരിക്കുമ്പോൾ അത് മാറ്റണം എന്ന്. ഒരു അച്ഛന്മാരും ഒരു ആൾക്കാരും പറഞ്ഞിട്ടില്ല കുർബാന സ്വീകരിക്കുമ്പോൾ സിന്ദൂരം ഇടാൻ പാടില്ല എന്നുള്ളത്. ഇന്ന് വരെ എന്നോട് ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ഈ ഇടുങ്ങിയ ചിന്താഗതി എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഒരു കുങ്കുമം ഇട്ടതുകൊണ്ടോ ഒരു പൊട്ടിട്ടതുകൊണ്ടോ അവിടെ ആരും ക്രിസ്ത്യാനി ആവാണ്ടിരിക്കണമില്ല. എന്നാൽ ഇതൊന്നും ഇടാണ്ടിരിക്കണവൻ ഒരു ഉത്തമ ക്രിസ്ത്യാനിയും അല്ല. കാരണം നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ 10 കൽപ്പനയും അന്തസ്സായിട്ട് പാലിക്കുന്നവരായിരിക്കണം. അത് പാലിക്കാത്തടത്തോളം കുറേ ധ്യാനവും പ്രാർത്ഥനയും ആരാധനയും കൂടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾക്ക് പാലിക്കേണ്ട കുറേ പ്രാർത്ഥനകളും കാര്യങ്ങളും നമ്മുടെ സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. അങ്ങനെ നമ്മുടെ പാച്ചുട്ടൻ മിടുക്കരായിട്ട് മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് കൊടുത്തു.
അപ്പോൾ ഞാനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അവനിങ്ങനെ വർത്താനം പറയുക, വർക്കിച്ചിന് മുണ്ടെടുത്തിട്ടുണ്ട്, അതാണ് ഇതാണ് ആനയാണ് കുതിരയാണ്, ഭയങ്കര വർത്താനം കേട്ടോ നമ്മുടെ പാച്ചുട്ടൻ. അപ്പോൾ അങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് ഉഷാറായിട്ട് നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഇവിടെ നിന്ന് അവിടം വരെ ഇരിക്കുമ്പോഴേക്കും കുട്ടിയുടെ മുണ്ടൊക്കെ എന്താ പറയുക ലൂസാവും. അവനും ഒരു കോൺഫിഡൻസ് ഇല്ല, ഇങ്ങനെ ഊരി പോണു. വെൽക്രോ ആണല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബെൽറ്റ് കെട്ടണം. അപ്പോൾ ഡിംപിൾ പറഞ്ഞു ഇത്രയും വഴി ഇരിക്കുമ്പോൾ കുട്ടിക്ക് ഒരു അസ്വസ്ഥത വേണ്ട, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മടക്കി വെക്കാം. എന്നിട്ട് സാധാരണ ഒരു ട്രൗസറും ഷർട്ട് ഇട്ടിട്ട് പോയിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് മുണ്ടും ഷർട്ടൊക്കെ ഇടാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ റോണിയുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ദേ ഇവിടെ പാച്ചുട്ടൻ പോവാൻ റെഡിയായി. അപ്പാപ്പൻ്റെ കൂടെ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓച്ച് സെറ്റ് മുണ്ട് കൊടുത്തിട്ട് തന്നെയാണ് പോയത്. നമ്മൾ വലിയവരുടെ പോലെയല്ലല്ലോ കുട്ടികൾ, പ്രത്യേകിച്ച് മുണ്ട് എന്ന് പറയുമ്പോൾ അവന് ഒട്ടും പറ്റുന്നില്ല. നമ്മൾ കാല് ഇങ്ങനെ ശരിക്കും നടക്കാനും ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അപ്പാപ്പനും മക്കളും കൂടി യാത്രയായി. അപ്പോൾ ഇറങ്ങണം നമ്മുടെ ചാക്കോച്ചൻ കൂടെ, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ ഫുൾ ടൈം ചാക്കോച്ചന് കയറണം. അങ്ങനെ മൂപ്പര് തന്നെ കയറുകയാണ് കേട്ടോ. കയറണ നല്ല രസം. ഇനിയിപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് എടുക്കാൻ പോകുമ്പോൾ സാധാരണ ഡിവൈനെ പോവാറ്. ഇന്ന് ഞാൻ ഡിവൈനോട് പറഞ്ഞു വേണ്ട ഡിവൈനെ ഞാൻ എടുത്തോളാം എന്നിട്ട് പോയി. പക്ഷേ എൻ്റെ കൂടെ വരാൻ കൂട്ടാക്കാണ്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ ഡിവൈനാണ് ഫ്ലീറ്റ്സൊക്കെ ഇട്ട് ഉടുപ്പിച്ച് ഡിമ്പിളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കായാലും 1 ലെയർ ഇടാനേ അറിയുള്ളൂ. ഇങ്ങനെ ഫ്ലീറ്റ്സ് ഇടാനായിട്ട് എനിക്ക് അങ്ങനെ വലിയ നിശ്ചയമില്ല. എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ. ഞാൻ പണ്ട് തൊട്ടേ 1 ലെയറിലാണ് ഇടുക. അങ്ങനെ ഡിമ്പിൾ ഇറങ്ങുമ്പോഴാണ് ഡിവൈൻ പറഞ്ഞത് ഇത് വർക്കിക്ക് കൊടുത്തോളോ എൻ്റെ വക എന്ന് പറഞ്ഞു. അപ്പോൾ പാക്ക് ചെയ്യാനുള്ള ഗിഫ്റ്റ് പേപ്പറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല അങ്ങനെ അതിൽ വെച്ചോ, കാരണം ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞിട്ട് അത് വെച്ച് ഡിമ്പിൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക കുറച്ച് ഇപ്പോൾ ഷട്ടിലടിക്കുന്ന പോലെയാണ് ഡിമ്പിളിന് അവിടെയും ഇവിടെ ആയിട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയുടെ ആനുവൽ ഡേയുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും എന്താ പറയുക കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആഷി എത്തും. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാമിനോട് പറഞ്ഞിട്ട് അത് വേണ്ട അത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസൺ എത്തിയിട്ടില്ല കേട്ടോ. ആൻസൺ ബാംഗ്ലൂർ തന്നെയാണ്. അങ്ങനെ ഇവർ പോകുമ്പോൾ ഇവനെ എടുക്കണതാണ് ഈ കാണുന്നത്. ബഹളമയം കരച്ചിൽ, എന്താ പറയുക ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര സങ്കടമായി ഓച്ചും പാച്ചും പോണേന് കേട്ടോ. അപ്പോൾ അങ്ങനെ ബായൊക്കെ പറഞ്ഞു കണ്ടോ, അവനൊട്ടും ഇഷ്ടമല്ല, അവനിപ്പോൾ പോകണം കൂടെ. അങ്ങനെ അവൻ്റെ കരച്ചിൽ പിന്നെ ഒരു 5 മിനിറ്റ് കേട്ടോ. അത് കഴിഞ്ഞാൽ അവൻ്റെ ശ്രദ്ധയൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ആ ഭാഗം അങ്ങോട്ട് വിടും. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് സങ്കടമായി. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങളകത്ത് കയറി. അപ്പോൾ ഡിവൈനെ കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. മിനിയാന്ന് പോയതിൻ്റെ കുറച്ച് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തുണികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ചില സംഭവങ്ങളൊക്കെ കുട്ടികളുടേതായ ഡിറ്റർജൻറ്റൊക്കെ ഇട്ടിട്ടാണ് വാഷ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വാഷ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിവൈൻ മുകളിലേക്ക് പൊക്കോ, താഴെ വാഷ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തോ, പിന്നെ മുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തോ, ഞാൻ ഇവിടെ ഒതുക്കാനായിട്ട് നിൽക്കാം. അപ്പോൾ ഞാനിവിടെ താഴെ ഒതുക്കാൻ നിൽക്കുമ്പോൾ ചാക്കോച്ച എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് ഓരോന്ന് ചെയ്തോളും. അപ്പോൾ ഞാൻ ഇന്നലെ സ്റ്റിക്കർ ഒട്ടിച്ചതും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു കുട്ടി നമ്മളെ സ്ഥിരം പറയുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അതിലത്തെ ആ കുട്ടി എങ്ങനെയാ വെച്ചാൽ 2-3 ID ഒരുമിച്ച് എങ്ങനെ പല രീതിയിൽ ആ കുട്ടിക്ക് പറയാനുള്ളതൊക്കെ ആ ID കൂടെ പറയും. ആ കുട്ടി ആരാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ആ കുട്ടി മാത്രമല്ലല്ലോ, ഒരു കുടുംബത്തിൽ ഒരാൾക്കൊരു എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് ആ കുട്ടിയോട് ഞാൻ മാക്സിമം മിണ്ടാണ്ടിരിക്കുന്നത്. അത് രസം അതല്ല, ആ കുട്ടി ഇന്നത്തെ കമൻറ്റിൽ ഇട്ടേക്കണത് ഞാനിത് പറയുമ്പോൾ ആൻറ്റി വിഷമിക്കുമെന്ന് എനിക്കറിയാം, അതൊന്ന് കണ്ട് ചിരിക്കാനാണെന്ന് പറഞ്ഞു. ആൻറ്റി എന്നൊന്നും അല്ല കേട്ടോ പറയണത്, പറയണ ഭാഷ എനിക്ക് പറയാൻ പാടില്ലല്ലോ വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ ആൻറ്റി എന്ന് അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അത് വിട്ടുകളെ, അതൊക്കെ ഈ പറഞ്ഞ പോലത്തെ എന്തെന്നാ പറയുക, നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കുറേ സ്വഭാവമുള്ള കുറേ കുട്ടികളുണ്ടാവും. അതിലത്തെ 2-3 പേരിൽ ഒരാൾ തന്നെ വന്ന് കളിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് സാരമില്ല, എന്തിട്ടെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എൻ്റെ ചാക്കോച്ചൻ്റെ നേരം വെളുത്തു, അവൻ റോസമ്മയുടെ വീഡിയോസ് കണ്ടു തുടങ്ങി. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടോ ഇത് ഏതാണ് ഈ ചാനലെന്ന്. അത് വേറൊന്നുമില്ല, ARA വൈബ്സ് എന്ന് പറഞ്ഞിട്ട് റോസയ്ക്ക് ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ ഈ പെരുന്നാൾ അവൾ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫുൾ ടൈം ചാക്കോച്ചനും കുട്ടികളും ഈ വീടൊക്കെയാണല്ലോ കാണിക്കണേ. പിന്നെ അവന് ഇഷ്ടമുള്ള അക്കിയുണ്ട്,
അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുൾ ടൈം അതിരുന്ന് കാണലാണ് അവൻ്റെ മെയിൻ ഹോബി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെൻ്റെ വീട് നോക്കിയാൽ ഒരു അനക്കവും ഇല്ല, മൂപ്പര് അവിടെ ഇരുന്ന് അത് കണ്ടോളൂ കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ കുട്ടി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ മുമ്പിലെ ചെടികളൊക്കെ നനച്ചു, സിറ്റ് ഔട്ടിലത്തെ ചെടികൾ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഇവനെ എവിടെ കണ്ടിട്ടാണാവോ കേക്കിൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് നീ കുച്ചിപ്പുടി പഠിച്ചോ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് എന്താണെന്ന് എനിക്കറിയില്ല, കുട്ടികളല്ലേ അവരെപ്പോഴും അവരുടെ ചുറ്റും എക്സ്പീരിയൻസ് ചെയ്യണ ഇങ്ങനെ മൊത്തം നിരീക്ഷിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ വേഗം അടുക്കള വരെ എത്തിയിട്ടോ. അവിടെ നിന്ന് ഞാൻ സിറ്റ് ഔട്ടിലത്തെ കഴിഞ്ഞു, ഹാളിലത്തെ കഴിഞ്ഞു, ഡിമ്പിളുടെ റൂം, എൻ്റെ റൂം കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ അവിടെ വന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ജസ്റ്റ് ഒന്ന് ഒതുക്കി തീർക്കാം. കാരണം ഡിവൈൻ അരിപ്പൊടി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചിടാനും ഇല്ലെങ്കിൽ വാങ്ങിക്കാനുള്ള ലിസ്റ്റിൽ പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ ഓരോ കബേർഡും തുറന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, എപ്പോൾ സമയം കിട്ടുമ്പോഴും നിങ്ങളും ഇതുപോലെ ഓരോന്ന് തുറന്നടച്ച്, ചിലപ്പോൾ നമ്മൾ മറന്നിട്ട് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. അത് പൂത്ത് കളയണേക്കാൾ നല്ലത് നമ്മൾ ഇടയ്ക്ക് അതൊന്ന് തുറന്നടച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. സ്റ്റോക്ക് എടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സംഭവം. പക്ഷേ ഇവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഈ കസേര വലിച്ചിടുക, അതിൻ്റെ മുകളിൽ കയറുക, അതായിരുന്നു പണി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സമയത്തേക്ക് ഒതുക്കൽ നിർത്തിയെങ്കിലും പിന്നെ ഞാൻ അവന് 2-3 പാത്രങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒതുക്കാണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഡാഡി വരണേന് മുമ്പ് എനിക്കിത് കഴിഞ്ഞാൽ ഉച്ചകാലത്തെ പോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾക്ക് പാക്ക് ചെയ്യാനും എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് ഏത് നേരത്തെ ഇതൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഈ കാണിക്കുമ്പോൾ എൻ്റെ ബിസിനസ് ഫോൺ തൊട്ടടുത്തുണ്ടാവും. അപ്പോൾ അതിൽ അപ്പാപ്പളത്തെ മെസ്സേജിന് അപ്പാപ്പൻ മറുപടി കൊടുത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് ആ ഒരു ഗ്യാപ്പിൽ കിട്ടുന്ന സംഭവങ്ങളാണ് പിന്നെ ഉച്ചനേരത്തേക്കുള്ള എൻ്റെ പോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ. അപ്പോഴേക്കും പ്ലേറ്റ് ചെയ്ത് വരും അങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അടിയിൽ ഒരു കഷ്ണം തുണി അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇടൂട്ടെ, വെറുതെ പ്രത്യേകത ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ അടിയിൽ നിന്നുള്ള ഈർപ്പത്തിൽ ഒരു ചെറിയൊരു ഇതുണ്ടാവുന്നു. അപ്പോൾ ഇതുപോലെ കുട്ടികൾ നൂഡിൽസ് കഴിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് സംഭവം. ഇതാണ് മില്ലറ്റിൻ്റെ നൂഡിൽസാണ്, എന്നിട്ടാണ് ഈ ബ്രാൻഡിൻ്റെ. അതുപോലെ നമ്മുടെ ഈസ്റ്റ്, ഇവിടെ സോഫി കൊടുത്തയച്ചിട്ടുള്ള ഈസ്റ്റ്, പിന്നെ കായം സ്റ്റോക്ക്, അതൊക്കെ ഞാൻ ഇതിനകത്താണ് വെച്ചിരിക്കണം. അപ്പോൾ ഓരോ ഇതിനും ഓരോ ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഊറ്റിപ്പോൾ ഇവിടെ ചോറിൻ്റെ കറികളുടെ പണികളൊക്കെ ഇന്ന് നേരത്തോടെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഡിവൈൻ ക്ലീനിങ്ങിന് നിന്നത്. അപ്പോൾ നേരത്തോടെ കഴിഞ്ഞപ്പോൾ ചൂട്ടോടെ ചോറ് കണ്ടപ്പോൾ അവനൊരു പൂതി. അപ്പോൾ ചോറൊക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് ഉറക്കം നേരത്തെ വന്നു തുടങ്ങി. അപ്പോൾ മൂപ്പര് കയറുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കവറ് ഉണ്ടാവണം, അതായത് അവൻ്റെ പാലും കുപ്പി ഫ്ലാസ്കൊക്കെയാണ്. അപ്പോൾ മുകളിൽ കയറുമ്പോൾ അതില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങി വെച്ചതിനാണ് ഈ കിടന്ന് വാശി പിടിച്ചത്. അപ്പോൾ ഇടയ്ക്കേ ഞാനൊന്ന് മൂച്ച് കയറ്റും കേട്ടോ. അങ്ങനെ ദേ സഖാവ് കയറുകയാണ്. ഇനിയിപ്പോൾ കുളിച്ച് കുട്ടപ്പനായിട്ടാണ് വരാം, രണ്ടാമത്തെ കുളി. അപ്പോൾ രാവിലത്തെ ഒരു കുളി കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇറങ്ങുക. അത് കഴിഞ്ഞ് ഇപ്പോൾ പോയിട്ട് ഒരു കുളി കഴിഞ്ഞ് ഇറങ്ങി പിന്നെ കയറിനോട് കൂടിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. അങ്ങനെയാണ് കേട്ടോ അവൻ്റെ ഒരു ദിനചര്യ. അപ്പോൾ ഇന്ന് ഭക്ഷണം വേഗം കഴിച്ചു കഴിഞ്ഞു അവൻ്റെ. അങ്ങനെ അതേ അവർ പോയി. ഇനി തോമു വരുമ്പോഴേക്കും താഴേക്ക് ഇറങ്ങണം. അപ്പോൾ അങ്ങനെയാണ് അവരുടെ പരിപാടി. അപ്പോൾ അപ്പോഴത്തേക്കും ഡിവൈൻ്റെ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെങ്ങനെയാ വെച്ചാൽ ഷിഫ്റ്റ് പോലെ കുറച്ച് അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എൻ്റെ പരിപാടി. അങ്ങനെ ദേ 12 മണിയായി. എപ്പോഴേക്കും എൻ്റെ ഒന്നും ഇവിടെ ആയില്ല കേട്ടോ. 1:30 ആകുമ്പോഴേക്കും എൻ്റെ കഴിയണം, എന്നാലും ഡാഡി വരുമ്പോഴേക്കും ഞാനൊന്ന് ഫ്രീ ആയാൽ സാധനങ്ങൾ പാക്ക് ചെയ്ത് എനിക്ക് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങളെടുത്ത് നമ്മൾ പറയില്ലേ മാസാവസാനം ആകുമ്പോഴേക്കും പാത്രങ്ങൾ കാലിയാവുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ ഓരോ പാത്രങ്ങൾ കാലിയായി തുടങ്ങിയിട്ടോ. ഫ്രിഡ്ജും ഒരു വശം മുഴുവൻ കാലിയായി. ഇനിയിപ്പോൾ നോയമ്പ് കഴിയുന്നോട് കൂടിയിട്ട് എല്ലാവരുടെയും എന്താ പറയുക, ബോഡിക്കൊക്കെ ഒരു നമ്മൾ പറയില്ലേ നോമ്പെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ബോഡിക്കും നല്ലതാണെന്ന് പറയില്ലേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക ഒരു റുട്ടീനാവും. ഈ ഇറച്ചി മീനൊക്കെ വിട്ട് പച്ചക്കറി മാത്രം കഴിച്ച് തൈര് കുറേ ചെല്ലും, പാല് അങ്ങനെ ആകുമ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നോയമ്പ് എന്ന് പറയുമ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാണ്ട് നമ്മളെങ്ങനെ വന്നാലും ഇത്രയും ദിവസം അടുപ്പിച്ച് എടുക്കില്ല. ഇത് നോയമ്പ് എന്ന് പറയുമ്പോൾ നമുക്കത് അയ്യോ എന്തായാലും നമ്മളത് എടുത്തിരിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടാവും. അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടങ്ങളിലേ നോയമ്പുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചിലർ നോയമ്പിൻ്റെ കാര്യമേ പറയണ കേട്ടിട്ടില്ല, ബൈബിളിൽ നോയമ്പ് പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞേ പ്രായം തൊട്ട് നമ്മൾ നോയമ്പും എല്ലാ നോയമ്പും മുടങ്ങാണ്ട് എടുക്കും. അതായത് 25 നോയമ്പും 50 നോയമ്പും പറ്റിയെങ്കിൽ 8 നോയമ്പും. അപ്പോൾ ഇത് നമ്മുടെ ടാങ്കിൻ്റെ ബോട്ടിലാണ്, അടിയിൽ ഒന്ന് കട്ടയായി. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, നമ്മൾ അമ്മമാർ ചെയ്യാതെ അങ്ങനെ തന്നെ ഒഴിച്ച് കളയില്ല. അതിൽ കുറച്ച് വെള്ളമിട്ട് നന്നായി കുലുക്കി ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചപ്പോൾ സുഖമായി, നല്ല ടേസ്റ്റുള്ള ടാങ്കായി. ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കേട്ടോ.
ഒരു 2 ഗ്ലാസ് ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതെനിക്ക് തോന്നുന്നു ഡാഡിയാണോ ഡിവൈനാണോ ആരോ ഒരാൾ എടുത്ത് കുടിച്ചിട്ടുണ്ട് അത്. അങ്ങനെ ഞാൻ ഈ എല്ലാ ബോക്സും എടുത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ ഒക്കെ ഒതുക്കി തിരിച്ച് അവിടെ കയറ്റി വെച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കോൺഫ്ലേക്സ് ഇവിടെ സ്ഥിരം ഇവരുടെ ഒരു വീക്ക്നെസ്സാണ് കോൺഫ്ലേക്സ് പല ഫ്ലേവറിൽ വാങ്ങിക്കുക എന്നുള്ളത്. പിന്നെ ഈ കുട്ടി കുട്ടി ബോക്സുകൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലതയാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ബോക്സിൽ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 3 കൊല്ലം മുമ്പാണ് കൊണ്ടുവന്നത്. ഇപ്പം പിന്നെ എവിടെ ചെല്ലുമ്പോഴും ഇങ്ങനത്തെ ടിന്നിലാണ് കുക്കീസ് ആയാലും പിന്നെ നമ്മളുടെ ബിസ്ക്കറ്റുകളായാലും ഒക്കെ വരണത് കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സാമ്പാറാണ്, ദോശയുടെ സാമ്പാറും പിന്നെ അമരക്കായ ഉപ്പേരി. ഡിവൈൻ ഇങ്ങനെ വളരെ നേരിയതായിട്ടാട്ടോ അരിയ അമരക്കായ, പിന്നെ നമ്മുടെ വെണ്ടക്കായ ഉപ്പേരി. അപ്പോൾ ഇത് എനിക്കുള്ളതാണ് സ്പെഷ്യൽ, ഒരു ഉപ്പേരി എനിക്കുള്ളതാണ്, അതായത് അമരക്കായ എനിക്കുള്ളതാട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ഒതുക്കിയപ്പോഴാണ് ഈ അച്ചാർ റെഡിമെയ്ഡ് കിട്ടിയത്. അങ്ങനെ ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് കറക്റ്റ് ടൈമിങ് ഡാഡി വന്നു അയക്കാനുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഞാൻ സ്ഥിരം ഇടുന്ന വളയുണ്ടല്ലോ അത് 2 പാറ്റേണിൽ വരുന്നുണ്ട്. അത് 2:10 മാത്രമാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഒന്ന് കനം കൂടിയതും ഒന്ന് നേരിയതും. ഇത് നേരിയതാണ്, മറ്റേത് നല്ല കനത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ കനമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്നായിട്ടിടാം, കനം കുറഞ്ഞത് ഈ 2 എണ്ണമായിട്ടിടാം. അപ്പോൾ അല്ല 4 ഇട്ടാലും വിരോധമൊന്നുമില്ല കേട്ടോ, ഈ 2 ഇട്ടാലും വിരോധമില്ല. പക്ഷേ സൈസ് അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ കാണാം 2ൻ്റെയും വലിപ്പം. അങ്ങനെ അതേ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഡോൺ മോനെയും കൊണ്ടുവന്നു. അതായത് തോമുനെ ഇന്ന് ഡോണാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഡാഡി എന്ന് വെച്ചാൽ ഡിമ്പിളിനെ കൊണ്ടാക്കി മടക്കം വരുമ്പോഴാണ് പ്ലേറ്റ് ചെയ്ത സാധനങ്ങളായിട്ട് വന്നത്. അതാണ് എനിക്കും ഇവിടെ ഒതുക്കാനുള്ള ഒരു സമയം കിട്ടിയത്. അല്ലെങ്കിൽ ഡാഡി ഇതിൻ്റെ ഇടയിൽ ഒരു 10:11 ആകുമ്പോൾ വീണ്ടും വന്നിട്ടാണ് പോവുക. ഇതിപ്പോൾ ഫസ്റ്റ് ഇവരെ പോണോട് കൂടിയിട്ട് ഫസ്റ്റ് പോസ്റ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, എനിക്ക് കുറേ സമയം കിട്ടിയിട്ടോ. അപ്പോൾ ഇതിപ്പോൾ പ്ലേറ്റ് ചെയ്ത് വന്ന സാധനമാണ് കേട്ടോ, ഉച്ചയ്ക്ക് കൊണ്ടുവന്നതാണ്. ഇത് റൂബിയും വൈറ്റും, നല്ല റൂബി സ്റ്റോണാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അത് എന്താ പറയുക, സ്റ്റോൺ എന്ന് പറയുന്നത് ഇങ്ങനെ പറ്റി കിടക്കുന്ന സ്റ്റോൺ ഉണ്ടല്ലോ, AD സ്റ്റോണാണ് സംഭവം. അതിൻ്റെ തന്നെ ഫുൾ റൂബീൻ്റെ, പിന്നെ റൂബി ഫുൾ വൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ റൂബി വൈറ്റും റൂബിയാണ് പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് റൂബി വൈറ്റ് കണ്ടോ, അതായത് വെള്ളക്കല്ല് വലിയതും മറ്റേതൊക്കെ റൂബിയും. മറ്റേത് എങ്ങനെയാ വെച്ചാൽ ഫുൾ റൂബിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 2 പാറ്റേണാണ് ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. പക്ഷേ ഫുൾ വൈറ്റും ഉണ്ട്, മറ്റേ എന്താ പറയുക മൾട്ടി കളറും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നു 2.2ഉം 2.10ഉം ഇല്ല, 4, 6, 8 ഈ 3 സൈസാണ്. അപ്പോൾ കുറേ പേര് എന്നോട് 2.2ഉം 2.10ഉം ചോദിക്കണവരുണ്ട് കേട്ടോ. പക്ഷെ അത് ഞാൻ പറയാറില്ലേ, അങ്ങനെ ആ സൈസ് വളരെ കുറവാണ് വരാറ്. അതേസമയം 4, 6, 8 കോമൺ സൈസാണ്, കോമൺ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആണ് അധിക ഭാഗം എല്ലാ ഡിസൈനിലും ഉള്ളത് കേട്ടോ. 2ഉം 10ഉം വളരെ അപൂർവമുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ എന്താ പറയുക അയക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഫോട്ടോസ് നിങ്ങൾക്കും അയക്കാമെന്ന്. എനിക്ക് ചില സമയത്ത് അബദ്ധം പറ്റാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരും, അത് കഴിഞ്ഞ് ഫോട്ടോസ് എടുത്തിട്ട് സേവ് ചെയ്യാൻ ഞാൻ മറക്കും. പിന്നീട് ആരെങ്കിലും ചോദിക്കുമ്പോൾ കർത്താവ് ഇതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് വിചാരിക്കുക. കാരണം ഈ വീഡിയോ കൊണ്ട് എടുക്കുമ്പോൾ എൻ്റെ വിചാരം ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്നാണ്. ഇത് നല്ല ബ്രേസ്ലെറ്റാണ് കേട്ടോ, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന എല്ലാ സൈസിലുള്ള ബ്രേസ്ലെറ്റാണത്. ബ്ലാക്കും ക്രിസ്റ്റലാണ്, നല്ല തിളങ്ങണ ക്രിസ്റ്റൽ ബോൾസാണ് അതിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല തിളക്കാണ് കേട്ടോ അതിന്. ഇത് നമ്മളുടെ മറ്റേ ക്ലിപ്പ് ബാങ്കിളാണ്. അത് 3 വരിയിൽ കറക്റ്റ് ഗോൾഡ് മറ്റേ ഡയമണ്ടിലുള്ള അതേ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം. പിന്നെ ഏതാണ് നമ്മളുടെ ഓരോ പാറ്റേണുകൾ. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് കുറേ കുട്ടികൾ ഇപ്പോൾ കല്യാണത്തിന് നമ്മളുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഓർണമെൻറ്റ്സാണ് വാങ്ങിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കല്യാണത്തിന് ആയിട്ട് കുറേ സ്വർണം വാങ്ങി അത് പിന്നീട് അത് എന്താ പറയുക, പണ്ടൊക്കെയാണ് നമ്മൾ കല്യാണം കഴിച്ച സ്വർണം നമ്മൾ ഒന്നെങ്കിൽ വീട് വെക്കണ വരെ അല്ലെങ്കിൽ മക്കളുടെ കല്യാണം വരെ നമ്മളുടെ കൈമ ഉണ്ടാവും. പണ്ടൊക്കെ അങ്ങനെയാണ്. എൻ്റെ അമ്മച്ചിയുടെ കൈമയൊക്കെ ആ കൈമ കല്യാണത്തിന് ഇട്ട വള അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. ഇന്നും ഉണ്ട് അങ്ങനെ കുറച്ച് പേരുടെ കൈമ ഞാൻ കാണാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ആരും അങ്ങനെ ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ പേരിൽ അവർക്ക് കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഇട്ടിട്ടാണ് അധിക ഭാഗം കുട്ടികൾ. കാരണം അവർക്കും കല്യാണ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങുമ്പോൾ അവരുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും. അപ്പോൾ വെറുതെ കുറേ കാശ് കൊടുത്തിട്ട് ഇങ്ങനെ ഇടുന്നേക്കാളും നല്ലത് നമ്മളുടെ ഇതുപോലത്തെ ആഭരണങ്ങൾ നമ്മളുടെ എന്നല്ല കേട്ടോ, ഇതുപോലെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് വാങ്ങിയിട്ട് പലതരത്തിൽ ഇട്ട് നടക്കാനുള്ള ഒരു എല്ലാവർക്കും ഇന്ന് ഇട്ടത് നാളെ ഇടാനല്ല ആഗ്രഹം ഉണ്ടാവുക, മാറി ഇടണമെന്നാണ് ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ സ്വർണം എത്രത്തോളം അതുപോലെ ഇടാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ കാശ് ബാങ്കിലിട്ട് കൊടുത്തിട്ട്
ഇങ്ങനെയുള്ള ആഭരണങ്ങളാണ് അധിക ഭാഗം വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ പോലെ കോട്ടയത്ത് ഒരു അമ്മയും മക്കളും മരിച്ച ഒരു സംഭവം കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് എൻ്റെ തലയിൽ അതിങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ എല്ലാവരും പറയും ആണും പെണ്ണൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുമെങ്കിലും പെണ്ണ് പെണ്ണ് തന്നെയാണ്. അവർക്ക് ഒരു 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 പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരാരും ഒരു കൂടെ ഇല്ല എന്നറിഞ്ഞ് കഴിയുമ്പോഴാണ് കുട്ടികൾ ഇതുപോലെ വേണ്ടാത്ത ചിന്തകൾ വരിക. അപ്പോൾ നിങ്ങൾ പെൺകുട്ടികൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മാതാപിതാക്കൾ തന്നിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടേതായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് പഠിക്കുക. ഒരാൾക്കും അത് കൊടുക്കാണ്ടിരിക്കുക. അതുപോലെ ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്ന് പറയുമെങ്കിലും ഇപ്പോഴും കുറേ പേര് അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുടെ കൂടെയാണ് നടക്കുന്നതും ഇന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറേ ഫാമിലികൾ എനിക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഫാമിലികളിലേക്ക് എപ്പോഴും നമ്മളുടെ ഒരു കണ്ണ് അവിടെ വേണം. അതുപോലെ തന്നെ കുട്ടികൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വയം നിന്ന് നീറാണ്ട് മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യണം. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അയ്യോ ഈ കാര്യം എനിക്കറിയാമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്തിരുന്നു എന്ന് പറയാനായിട്ട് 1-2 പേര് പുറമേ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ട കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളെന്നല്ല എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ കാലം വളരെ മോശമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വർഷം ഭയങ്കര മോശം പിടിച്ച വർഷമാണ്. നമ്മൾക്ക് മനസ്സിലാവില്ല, ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്ന എന്തൊക്കെയാണ് നടക്കണേന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്വന്തമായിട്ട് വരുന്ന അസുഖങ്ങളും കാര്യങ്ങളും അതൊക്കെ നമുക്ക് തമ്പുരാൻ വെക്കുന്ന സംഭവങ്ങൾ നമ്മൾ സഹിച്ചേ പറ്റൂ. നമ്മൾ സഹിക്കാൻ വേണ്ടിയിട്ട് തമ്പുരാൻ തരുന്ന കുറേ കാര്യങ്ങളാണ്. തമ്പുരാനോട് കുറച്ചും കൂടി അടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ബാക്കി കാര്യങ്ങളുണ്ട്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്താ പറയുക, ഒരു അടിമയുടെ പോലെ നിൽക്കുക അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ താളം തുള്ളി നിൽക്കുക, അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും കുറേയും കൂടി ശക്തിയായിട്ട് നിൽക്കണം. ശക്തിയായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചുറ്റും എല്ലാവരും ഉണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് വേണം ഓരോ ദിവസവും മുന്നിലേക്ക് പോകാൻ. അതുപോലെ നമ്മുടെ മുന്നിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് വെട്ടി വീഴ്ത്താന്നൊക്കെ പറയില്ലേ, അത് ഇല്ലാണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ചോടും മുന്നിലേക്ക് വെക്കാൻ. ഒരാൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശമായി അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാണ്ട് കുമ്പിട്ട് നിന്ന് കരയാണ്ട് അതിനുള്ള മറുപടി അപ്പം കൊടുക്കുക. അല്ലെങ്കിൽ എവിടെയാണോ ചെന്ന് പറയേണ്ടത് അവിടെ പോയിട്ട് പറയുക. ഇപ്പോൾ ഈ കുട്ടി ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തെങ്കിലും അത് അവിടെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു. ഡിവോഴ്സിന് ശ്രമിച്ചെങ്കിലും അതും പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറ്റാണ്ടിരിക്കരുത്. വേണ്ട എന്ന് തോന്നിയാൽ വേണ്ട എന്ന് വെക്കാനായിട്ട് പഠിക്കണം. കാരണം ജീവിതം ഒന്നുള്ളൂ. ആ ജീവിതം ആർക്കും വേണ്ടാണ്ട് കളയണേക്കാൾ നല്ലത് സ്വന്തമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് എന്താ പറയുക ശ്രമിക്കണം. പറയാനെല്ലാതും ഭയങ്കര എളുപ്പമാണ്. ആൻറ്റി നിങ്ങൾ വിചാരിക്കും ആൻറ്റിക്കിത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളുടെ കാലത്തൊന്നും ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഈ പറഞ്ഞ സ്ത്രീധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് ആർത്തിയാണ്. നമ്മളുടെ കയ്യിലില്ലെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലത്തെ കാര്യങ്ങൾ പിടിച്ചു വാങ്ങി അനുഭവിക്കാനുള്ള കൊതി. അതുകൊണ്ടാണല്ലോ ഇന്ന് കാണുന്നത് മുഴുവൻ മറ്റുള്ളവരുടെ മുതൽ തട്ടിപ്പറിച്ച് ജീവിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. എല്ലാവരും അല്ല, വളരെ ചുരുക്കം പേര് മാത്രം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തല കൊടുക്കാണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അങ്ങനെ ആയിരിക്കണം. പണ്ടാണ് നിന്ന് മെഴുകുതിരി പോലെ ഉരുക എന്നൊക്കെ ഉള്ളത് പണ്ടാണ്. അതൊക്കെ കേൾക്കാനൊക്കെ കൊള്ളാം. പക്ഷേ ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക നടത്താനായിട്ട് ഒട്ടും എളുപ്പമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതൊക്കെ അവിടെ പോട്ടെ. നമ്മൾ ഇന്ന് കുറേ 2-3 ദിവസമായിട്ട് ഈ മരണം മാത്രം കണ്ട കാരണം നമ്മുടെ തലയിലൊക്കെ എനിക്ക് ആ 2 മക്കളുടെ അമ്മയുടെ രൂപം എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ല. പക്ഷേ എന്താ ചെയ്യുക, എന്നോട് കുറേ പേരായി പറയണു ഒരു വീഡിയോ ഇട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെന്ന്. പക്ഷേ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സംസാരം വേറെ രീതിയിലേക്ക് പോകും. അപ്പോൾ പിന്നെ അത് ഇതെന്തെങ്ങനെ എന്നൊക്കെ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനെന്ന് വെച്ചിട്ട് ഒന്നാമത് എനിക്ക് അങ്ങനെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്ത് ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ ആ മോളും 2 കുട്ടികളും മരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു മോളും എൻ്റെ മോളുടെ 2 മക്കൾക്കും ഉണ്ടായ ഒരു അനുഭവം പോലെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് അത് ഒട്ടും എന്താ പറയുക എൻ്റെ മൈൻഡിൽ നിൽക്കില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എല്ലാം കഴിഞ്ഞു. നമ്മുടെ ചാക്കോച്ചൻ നേരത്തോടെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും ചപ്പാത്തിയും പനീർ ടിക്കയാണോ പനീർ മസാലയോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. കാരണം നിറച്ച് ക്യാപ്സിക്കവും വലിയ
പീസുകളായിട്ട് ക്യാപ്സിക്കവും മറ്റേ സബോള ഉണ്ടാവില്ല, അതിൻ്റെ ഒരു തരം ഒരു എന്താ പറയുക കറുമുറും ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ സംഭവം ചപ്പാത്തി ഒരെണ്ണം കഴിച്ചുള്ളെങ്കിലും കറി നല്ലോണം കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വയറ് ഭയങ്കര ഫിറ്റായി. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ഡിവൈൻ്റെ പനീർ മസാലയല്ല എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല, കുറേ തരം പേരുകളുണ്ടല്ലോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം കേട്ടോ. അങ്ങനെ ഡിവൈൻ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് നമ്മുടെ റോബോട്ടിനെ ഇറക്കി വിടാനായിട്ട് പോയേക്കാണ്. അപ്പോൾ റോബോട്ടിനെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പരിയപ്പുറത്തൊക്കെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇടേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് ഹാളിലും ആ ഒരു ഏരിയയും ഈ കിച്ചനും മാത്രമാണ് ക്ലീൻ ചെയ്തത്. അവിടെ മാത്രം അങ്ങനെ അത്ര അഴുക്കുണ്ടാവുള്ളൂ, അല്ലാത്തടത്തൊന്നും അത്രയും കാര്യമായിട്ടുള്ള അഴുക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനങ്ങളിൽ ഒതുക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാനെപ്പോഴും പറയാറില്ലേ, എനിക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ രാവിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാവിലെ ക്ലീൻ ചെയ്തിടുക, ഉച്ചത്തെ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ക്ലീൻ ചെയ്തിടുക, അങ്ങനെ ഓരോ പ്രാവശ്യവും ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒതുക്കലും പെറുക്കലും വേണ്ടി വരാറില്ല. എന്നാലും നമ്മളുടെ വീടുകളല്ലേ, നമുക്കൊന്ന് ഒതുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് അതും കൊണ്ടാണ് ഇപ്പുറത്തേക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിമ്പിൾ ഇന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇന്ന് ഫുൾ ബിസി ആയതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ കുറേ ന്യൂസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആ ഷൈനിയുടെ കുറച്ച് കാര്യങ്ങൾ, കുറേ പുതിയ ന്യൂസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. നമ്മളതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും വരണതിന് മുമ്പ് നമ്മുടെ മക്കളെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത് കേൾക്കുന്ന എല്ലാവരും എൻ്റെ മക്കളാണ്. അല്ലാണ്ട് എൻ്റെ മക്കളെന്ന് പറയുമ്പോൾ ഡിമ്പിളാണോ ഡിവൈനാണോ അല്ലെങ്കിൽ ഡോണാണോ, അങ്ങനെയല്ല. മക്കൾ എന്ന് പറയുമ്പോൾ എന്നെ പരിചയമുള്ളവർക്കറിയാം, ഞാൻ മക്കളെ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ, അല്ലാണ്ട് എൻ്റെ മോള് എൻ്റെ ആ മോള് ഈ മോളെന്ന് പറയാറില്ല ഞാൻ ഒരിക്കലും. അങ്ങനെ ഞാൻ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു, എൻ്റെ ഓർമ്മയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ മിനിഞ്ഞാന്ന് ദിവസം റൂം ഫ്രഷ് ആക്കി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ AC ഓൺ ചെയ്തിട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം കഴിഞ്ഞ് ഓഫ് ചെയ്യണതിൻ്റെ തൊട്ട് മുമ്പ് ചാക്കോച്ചൻ്റെ ഒച്ചയും ബഹളം കേട്ടപ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി, ഞാൻ മറന്നു. രാത്രി ഒരു ഉറക്കം കഴിഞ്ഞ് ഡിവൈൻ എന്തിനോ ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോയപ്പോഴാണ് അതിൻ്റെ ACയുടെ മറ്റേ കംപ്രസറിൽ നിന്ന് ഒച്ച കേട്ടപ്പോഴാണ് ഡിവൈൻ താഴെ വന്ന് ഡിമ്പിളുടെ റൂമിൽ AC ഓഫ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ഒന്ന് രാത്രി കിടക്കണതിന് മുമ്പ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരുവിധ വൃത്തികേടുകളൊക്കെ മാറിക്കിട്ടി. എന്നാൽ സ്റ്റിക്കർ ഒട്ടിച്ചതിന് അതിൻ്റേതായ ഒരു വൃത്തികേട് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റൂം ഭംഗിയാക്കാനല്ല, വൃത്തികേടുള്ളത് കളയാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് തിന്നണ കാശുണ്ടായാൽ മതി പെയിൻറ്റ് ചെയ്യാൻ. അതിനൊന്നും ഞാൻ മറുപടി പറയില്ല. കാരണം ആ കുട്ടിയുടെ വിവരദോഷം അത്ര, അല്ലാണ്ട് ഇപ്പോൾ ഞാനൊന്നും പറയാൻ ആളല്ല. പിന്നെ ഞാൻ അന്നാൾ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് ചിലവ് ചെയ്ത് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ആ കുട്ടി ചിലപ്പോൾ അങ്ങനെ ആവില്ലായിരിക്കും, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ മക്കളെ. അപ്പോൾ നമ്മളതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ പറയണു, എനിക്കറിയാം സ്റ്റിക്കർ ഒട്ടിക്കുന്നത് അത്ര നല്ലതല്ല എന്നും അത്ര വലിയ ഭംഗിയുള്ള കാര്യമല്ല എന്നും എനിക്കറിയാം. പക്ഷേ വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇതിനെക്കുറിച്ച് ഒരാളും ദയവ് ചെയ്ത് പറയരുത് കേട്ടോ. കാരണം എന്തിനാ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ലല്ലോ നമ്മൾ യൂട്യൂബും എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ. നമ്മൾ എന്താ പറയുക നല്ല കാര്യങ്ങൾ പറയുക, എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.